നിങ്ങൾ മാത്യു കുഴൽനാടനെതിരെ ആരോപിക്കുന്നത് പോലെ ഈ പുതിയ വിവാദങ്ങളിൽ മുഖ്യമന്ത്രിയുടെ മൗനം ഭൂഷണമെന്ന് ആത്മാർത്ഥമായി അങ്ങ് പറയുമോ? അല്ല, മുഖ്യമന്ത്രി അങ്ങനെ മൗനം പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒന്നിനും മറുപടി പറയുന്നില്ല എന്ന് പറഞ്ഞു പുതുപ്പള്ളി നിങ്ങൾ പ്രചരണത്തിന് ആ വിഷയം ഇറക്കൂ, പുതുപ്പള്ളിയിലെ ജനങ്ങളോട് മുഴുവൻ പറയാം, കേരളത്തിലെ മുഖ്യമന്ത്രി ഒന്നിനും മറുപടി പറയുന്നില്ല. ഓ ഏമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മകള് പിന്നെ GST കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രചരണം ഇതാക്കൂ, പുതുപ്പള്ളിയിലെ ജനങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു പറയട്ടെ. എനിക്ക് അതിനെക്കുറിച്ച് അങ്ങനെ മാത്രമേ പ്രതികരിക്കാൻ പറ്റൂ. അത് ഇവിടെ പിന്നെ BJPയെ പ്രതികരിക്കുന്ന എന്റെ സുഹൃത്ത് പറഞ്ഞത് വളരെ കൃത്യമാണ്. അങ്ങനെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കണം. BJPയെ പ്രതിനിധീകരിച്ചല്ല അദ്ദേഹം എത്തിയത്, അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഇവിടെ പങ്കെടുക്കുന്നത്. ഇതുവരെയും BJPയെ പ്രതിനിധീകരിച്ചാണ് വന്നതെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. അല്ല, അതൊക്കെ പൊതുസമൂഹത്തിന് കേൾക്കും വളരെ വ്യക്തമായിട്ടറിയാം. നിങ്ങൾക്ക് എന്നെ പറ്റി അല്ലാതെ നിങ്ങൾക്ക് ഈ വിഷയത്തിനെ പറ്റി വല്ലതും പറയാനുണ്ടെങ്കിൽ അത് പറയൂ റജി. ഞാൻ ആ ബൈറ്റ് നിങ്ങളുടെ ആ ബൈറ്റ് ഞാൻ എടുക്കുന്നില്ല. സമയം കളയാതെ അത് എടുക്കേണ്ടതേ. അതിപ്പോ കേരളത്തിലെ പൊതുസമൂഹത്തിന് കേൾക്കുമ്പോഴല്ലോ എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നിങ്ങളെ പറ്റി അറിയാം. നിങ്ങൾ പറയൂ. നിങ്ങൾ എന്നെ ബഹിഷ്കരിക്കുന്നെന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിൽ യാതൊരു വിധത്തിലുള്ള വിലയും ഇല്ല. നിങ്ങൾ ഇതാ വീണ്ടും എന്റെ മുന്നിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുകയല്ലേ. എന്റെ അമ്മയെ നാട്ടിച്ച് നിങ്ങൾക്ക് അത്രേ വിലയുള്ളൂ. കാര്യം ചോദിച്ചു തർക്കത്തിലെ വ്യക്തിപരമായ തർക്കത്തിലേക്ക് പോകണം. അങ്ങ് മറുപടി പറയൂ റജി ലൂക്കോസ്. അത് അങ്ങ് ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വരത്തില്ല. അതൊരു തർക്കം. നിങ്ങൾ ആദ്യമായിട്ടല്ല ബഹിഷ്കരിച്ചതിന് ശേഷം നിങ്ങൾ വരുന്ന ആദ്യത്തെ ചർച്ചയൊന്നും അല്ലത്. നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയൂ. ശ്രീ പണിക്കർ മറുപടി വേണ്ട, വ്യക്തിപരമായ തർക്കം വേണ്ട. അങ്ങ് മറുപടി ഞങ്ങൾ ഒറ്റയാൾ പോലും ചർച്ചയ്ക്ക് വരത്തില്ല. നിങ്ങളിപ്പോ എല്ലായിടത്തും ഇറങ്ങി ഓടുകയാണല്ലോ. ശ്രീ റജി ലൂക്കോസ് മറുപടി പറയൂ. തർക്കം അവസാനിപ്പിക്കൂ പ്ലീസ് പ്ലീസ്. സമയമില്ല. ഒന്നാമത് സമയമില്ലാത്ത CPM-ന്റെ പ്രതിനിധികളെല്ലാം മാളത്തിൽ കയറിയിരിക്കും. അവരെന്നെ ബഹിഷ്കരിക്കും. നോക്കൂ, ആകെ 5 മിനിറ്റേ ഉള്ളൂ. നിങ്ങൾ ഓരോരുത്തർക്ക് ഓരോ ചോദ്യം, അത്രയേ സാധ്യമുള്ളൂ. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അത് തീർച്ചയായിട്ടും പുതുപ്പള്ളിയിലെ ജനങ്ങളെടുത്ത് അവതരിപ്പിക്കൂ. ഇലക്ഷനെ സംബന്ധിച്ചോളം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. അതാണ് മറുപടി, കൃത്യമായ മറുപടി. ഞാൻ പോകുന്നു. ബൈ ബൈ.